ഗവർണർ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതിരിക്കുന്നതും ഇടയ്ക്ക് നിർത്തി ഇറങ്ങിപ്പോകുന്നതും ചരിത്രത്തിൽ ആദ്യമല്ല. 1966 കൽക്കട്ട നിയമസഭയിലാണ് ഗവർണർ സർക്കാർ പോര് ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം രാജസ്ഥാൻ നിയമസഭയിലും സമാന സംഭവമുണ്ടായി. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലും ഗവർണർ മുഴുവൻ വായിക്കാതെ ഇറങ്ങിപ്പോയി. നയപ്രഖ്യാപനത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രജിൻ സി കണ്ണൻ ചേരുന്നു. പ്രജിൻ, എന്താണ് ഈ സർക്കാർ ഗവർണർ പോരാട്ടത്തിന്റെ കേരളത്തിന് പുറത്തുള്ള ചരിത്രം? വേണു, ഗവർണർ മുഴുവൻ വായിച്ചില്ലെങ്കിൽ പ്രസംഗം അസാധുവാകുമോ എന്നാണ് ചോദ്യം. 1967 സമാന സംഭവം ഉണ്ടായപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി വിധിച്ചത് ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു ഭാഗം ഗവർണർ വായിച്ചാലും മുഴുവൻ വായിച്ചതായി കണക്കാക്കും. 1967 രാജസ്ഥാൻ ഗവർണർ സംപുരാനന്ദാണ് ആദ്യം നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാത്തത്. ഈ കേസിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ഗവർണർ പ്രസംഗം വായിക്കാതെ ഇറങ്ങിപ്പോയാൽ അത് നിയമവിരുദ്ധമല്ല, പക്ഷേ ക്രമവിരുദ്ധമാണെന്ന് കൽക്കട്ട ഹൈക്കോടതി 1966 വിധിച്ചു. ഇറഗുലാരിറ്റിയാണ്, ഇല്ലീഗാലിറ്റി അല്ല എന്നായിരുന്നു ആ വിധിയിലെ വാചകം. ഗവർണർ മുഴുവൻ വായിച്ചില്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് പക്ഷേ ജനാധിപത്യത്തിലുള്ള മര്യാദകളാണ് എന്നും ഹൈക്കോടതി എന്ന് പറഞ്ഞു. ഇനി ഗവർണർമാർ മുഴുവൻ വായിക്കാതെ പോകുന്നതിലും സുപ്രീം കോടതിയും നിർണായക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത എഴുതിയ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ മാത്രമല്ല ഉണ്ടാകേണ്ടത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അതുവരെ തുടർന്ന കീഴ്വഴക്കങ്ങൾ പാലിക്കുന്നതിലും വേണം എന്നായിരുന്നു സുപ്രീം കോടതി എന്ന് പറഞ്ഞത്. വായിക്കാതെ പോകാമെങ്കിലും അത് മര്യാദയല്ല എന്ന് തന്നെയാണ് ആ വിധിയും പറഞ്ഞത്. ഭരണഘടനാ അസംബ്ലി ഗവർണറുടെ നയപ്രഖ്യാപനം എഴുതി ചേർത്തത് 1949 മെയ് 18 ആർട്ടിക്കിൾ 176 അനുസരിച്ച് ഗവർണറുടെ പ്രസംഗം നിർബന്ധമാണെന്ന് അതിൽ പറയുന്നുണ്ട്. അതേ ദിവസം അസംബ്ലിയിൽ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശം വന്നു. സർക്കാർ നൽകുന്ന നയത്തിനപ്പുറം ഗവർണർക്ക് പ്രസക്തമെന്ന് തോന്നുന്നത് കൂട്ടിച്ചേർക്കാം എന്നായിരുന്നു ആ നിർദ്ദേശം. ഇതിനെ ഡോക്ടർ BR അംബേദ്കർ ശക്തമായി എതിർക്കുകയും സർക്കാർ പറയുന്നതിനപ്പുറം ഒന്നും ഗവർണർ പറയാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സർക്കാർ പറയുന്നതാണ് ഗവർണർ വായിക്കേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തുന്നത്. ഇനി കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ ഗവർണർ RN രവി നയത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നിരുന്നു. ഇതോടെ നയപ്രഖ്യാപനം വായിക്കാതെ ഗവർണർ അന്ന് സഭ വിടുകയും ചെയ്തു. അത് പക്ഷേ വലിയ വിവാദമായി. ഇതിൽ രണ്ട് വശത്തും ചട്ടലംഘനം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് വായിക്കരുത് എന്ന ചട്ടം ലംഘിച്ചു അന്ന് ഗവർണർ വായിക്കുമ്പോൾ അംഗങ്ങൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്ന ചട്ടം മുഖ്യമന്ത്രിയും ലംഘിച്ചു. ഗവർണർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇനി ഗവർണർ സ്വന്തമായി എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് രേഖകളിൽ നിന്ന് നീക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. നിലപാട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത്. ഭരണഘടനാ ചട്ടമനുസരിച്ച് ഗവർണർക്ക് സ്വന്തം നയം അവതരിപ്പിക്കാൻ അവകാശമില്ല. സർക്കാർ നയം അപ്പാട് അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് എന്നാണ് ഇതുവരെയുള്ള വിധികളും റൂളിങ്ങുകളും എല്ലാം പറയുന്നത്. ഒരു വരി മാത്രം വായിച്ചാൽ പോലും സർക്കാർ നയം അവതരിപ്പിക്കുന്നത് തുല്യമാണ്. തത്വത്തിൽ ഇവിടെ ഗവർണർ നയം അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ആ നയം ജനങ്ങളിലേക്ക് തത്സമയം എത്താനുള്ള സാധ്യതയാണ് ഗവർണർ ഇല്ലാതാക്കിയത്. ഗവർണർ സർക്കാർ പോരിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട നീതിന്യായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് വ്യക്തത വരുത്തിയത് എന്നത് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ചേർന്നത്.